ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തരി കാച്ചിയത്, തരിക്കഞ്ഞി എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിനായി ആദ്യം ഒരു ഫ്രൈ പാനിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് അതിലേക്ക് 8 ടേബിൾ സ്പൂൺ റവ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിറം മാറാതെ നോക്കണം. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റഡ് റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇങ്ങനെ ഗീ ചേർത്തൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു 6.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ 2ാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും ഒരു 7 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ തിളക്കുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൈയെടുക്കാതെ തന്നെ തേങ്ങാപ്പാൽ തിളക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റവയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് വയ്ക്കാനുണ്ട്. അതിനായി ഒരു ഫ്രൈ പാനിൽ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയും ചേർത്തൊന്ന് പൊരിച്ചെടുക്കാം. ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ചെറിയ ഉള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 ചെറിയ ഉള്ളിയും കൂടി ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി ശരിയാവാത്തവരും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അളവിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.